പഴയ ഡയലോഗൊന്നും പുതിയ തലമുറനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്നോടിപ്പോ എന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കും, എന്ത് പണ്ടൊക്കെ നമ്മൾ ചെമ്മിണി വിളക്ക് കത്തിച്ചിട്ടാ പഠിച്ചത്. അപ്പൊ ഞാനൊക്കെ അതേസമയത്ത് ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിനോട് ചെമ്മിണി വിളക്ക് കത്തിച്ചിട്ടാ ഉപ്പാപ്പയൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ആ കുട്ടി ചോദിക്കും, അന്ന് CFL ലൈറ്റ് ഉണ്ടോ? ഇല്ല. 0 ബൾബുണ്ടോ? ഇല്ല. പിന്നെ ചെമ്മിണി വിളക്കല്ലാണ്ട് പിന്നെ എന്താ കത്തിക്കണ്ടേ? അത് കുട്ടികളുടെ അപ്ഡേഷനാണ്. അത് അവർക്ക് അദബ് എന്നല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് കുട്ടികളെ ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതൊരു അധ്യാപകനും ഏതൊരു മോട്ടിവേറ്റർക്കും ഏതൊരു ഉസ്താദിനും ഈ കാലത്ത് മുഴുവൻ അതിജയിക്കാൻ പറ്റും. നമ്മൾക്ക് ഈ കുറ്റപ്പെടുത്തൽ എന്ന സ്വഭാവം ഈ നാട്ടിലും മഹലിൽ നിന്നും പൂർണ്ണമായി നിർത്തിയോക്ക്, അടിപൊളി ഫലമായിരിക്കും. മുടി നീട്ടിയ ഒരു കുട്ടി ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുള്ളത്, നല്ല മോനാ മുടിയും കൂടി, അത്രേ പറയാനുള്ളൂ. തഹജ്ജുദ് നിസ്കരിപ്പിക്കണം. ആരെ കൊണ്ട്? അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയെ കൊണ്ട്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? നിഅമർ റജുൽ അബ്ദുള്ള നല്ല മോനാ. ആദ്യം അങ്ങനെ പറഞ്ഞു, പിന്നെ പറഞ്ഞു തഹജ്ജുദും കൂടി നിസ്കരിച്ചാൽ. അങ്ങനെ പറയലോട് കൂടി പിന്നെ അബ്ദുല്ലാഹ് ബിൻ ഉമർ ഞങ്ങൾ രാത്രി കുറഞ്ഞ സമയം ഉറങ്ങി, ബാക്കി ഫുൾ ടൈം തഹജ്ജുദാണ്. ഇങ്ങനെ നമ്മൾ ഒരു ലോകത്തേക്ക് കടക്കണം. പുതിയ കാലത്ത് ഈ കുറ്റം കേൾത്താൽ കുട്ടികൾക്ക് ഒരുതരം ഇറിറ്റേഷനാണ്, ഭയങ്കര മനസ്സിനൊരു വിഷമാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം അങ്ങനെ ആക്കി മാറ്റുന്നിടത്തേക്ക് നമ്മൾ രൂപപ്പെടണം, ഷെയ്പ്പ് ചെയ്യണം.